വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമുക്കിന്നൊരു നൈറ്റ് മാർക്കറ്റ് കണ്ടാലോ. ഇത് നമ്മുടെ ന്യൂസിലൻഡിലെ ഓക്ലൻഡിലാണ് ഈ നൈറ്റ് മാർക്കറ്റ്. അപ്പോൾ ഇത് കാണാനായിട്ട് ഞങ്ങൾ ഹാമിൽട്ടണൊക്കെ പോയിട്ട് അതിന് ശേഷമായിട്ടാണ് ഈ ഓക്ലൻഡിലേക്ക് പോയത്. അപ്പോൾ ഇവിടുത്തെ നൈറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ്. ഞാൻ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ കിട്ടാത്ത സാധനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരുക്കമാണ്. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ എല്ലാം, എന്നാൽ ഭയങ്കര ചീപ്പായിട്ടാണ്. ഈ റേറ്റിനൊന്നും നമ്മളുടെ സ്ഥലത്തൊന്നും നമുക്ക് ഈ ഫുഡൊന്നും കിട്ടില്ല. മാത്രമല്ല നല്ല ക്വാളിറ്റിയും ഉണ്ട്. എന്നാൽ വെറൈറ്റി ആയിട്ടുള്ള ഐസ്ക്രീംസ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഐസ്ക്രീംസൊന്നും. ഐസ്ക്രീംസിൻ്റെ പല വകഭേദങ്ങളെന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈഡ് റൈസ്, ചൗമീൻ, അങ്ങനത്തെ ഈ ചൈനീസ് ഫുഡ് ടൈപ്പൊക്കെ. അപ്പം അതൊക്കെയായിരുന്നു. അതൊക്കെ ഞാൻ മുന്നേ കഴിച്ചിട്ടുള്ളതാണ്. പക്ഷേ നമ്മൾ ഇവിടെ കിട്ടുന്നതിനേക്കാളും ക്വാണ്ടിറ്റിയും അതുപോലെ ചീപ്പായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഫുഡ് ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ ഷെഫ് അവിടെ ഉണ്ട്. ഷെഫ്മാരിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. നമ്മൾ ഓർഡർ കൊടുക്കുന്നതനുസരിച്ച് ഫുഡ് നമുക്കിങ്ങനെ വരുവാണ്. പിന്നെ ഡംപ്ലിങ്സ് അതിൻ്റെ ഫേവറേറ്റാണ്. ഇതുപോലത്തെ ഡംപ്ലിങ്സ്, പോർക്ക് ബണ്ണ്, ഇതൊക്കെ ഭയങ്കര ചീപ്പായിട്ട്. അതൊക്കെ ഉണ്ട്. $10 6 എടുക്കുമ്പോഴത്തേനും നമുക്ക് $10 കൊടുത്താൽ മതി. സത്യം പറഞ്ഞാൽ ഇവിടെ നമുക്ക് ആ ഒരു റേറ്റിനൊന്നും ഒരിക്കലും കിട്ടത്തില്ല. പിന്നെ ബബിൾ ടീ നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ? ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വെൽ നോൺ ഫുഡാണ് ഈ ഡംപ്ലിംഗ് എന്ന് പറയുന്നത്. ഡംപ്ലിങ്ങിൻ്റെ തന്നെ അവിടെ ഒത്തിരി കടകൾ ഞാൻ കണ്ടു, പോർക്ക് ബണ്ണിൻ്റെ. പിന്നെ കബാബ്സ്, ഇതുപോലത്തെ നല്ല പാൻ കേക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ നുട്ടല്ല വെച്ചിട്ടുള്ള പാൻ കേക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ ട്രൈ ചെയ്തില്ല. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ കണ്ടു തന്നു. നമുക്ക് കഴിക്കുന്നതിനും ഒരു കണക്കില്ലേ, നമ്മുടെ വയറിന് കൊള്ളുന്ന രീതിയിലേ കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതാണ് സ്റ്റാർട്ടിങ്ങിൽ ഈ ഷോപ്പായിരുന്നു കേട്ടോ. കാരണം ഇവിടെ ഭയങ്കരമായിട്ട് എനിക്ക് ചീപ്പായിട്ട് തോന്നി. ഇവിടെ നമുക്കൊരു 8 എണ്ണമൊക്കെ തന്നിട്ട് ഒരു $6 മേടിച്ചുള്ളായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ചീപ്പായിട്ട് തോന്നി. പിന്നെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം, ടൈമൊന്നും ഒരു പ്രശ്നമേ അല്ല. അപ്പോൾ നമ്മൾ വൈകുന്നേരം ഒരു 6:30 എങ്ങാണ്ട് കഴിഞ്ഞപ്പോഴാണ് ചെന്നത്. ഇതൊരു എനിക്ക് തോന്നുന്നു ഒരു 10:30 വരെ എങ്ങാണ്ടുണ്ട്. അപ്പം ഭയങ്കരമായിട്ടും ആളുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ്. അപ്പം ഇതെല്ലാം കണ്ട് ഞങ്ങളിങ്ങനെ നടന്നു. ആക്ച്വലി കുറേ നടന്നു. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓരോന്ന് മേടിക്കും. ഇന്ത്യൻ ഫുഡ് മാത്രമേ ഇതിനകത്ത് ഇല്ലാതിരുന്നുള്ളൂ. ബാക്കി നമ്മുടെ സാമോൻ ഫുഡ്, ഫിലിപ്പീനോസിൻ്റെ ഫുഡ്, ചൈന, ജാപ്പനീസ്, കൊറിയക്കാർ, അങ്ങനെ ഇവരുടെ എല്ലാം ഫുഡായിരുന്നു മെയിനായിട്ട്. പിന്നെ ഇങ്ങനെ വാഴയിലയിലൊക്കെ പൊതിഞ്ഞിട്ട് ഇവർ ഫിലിപ്പീൻസ് കുറേ എന്തൊക്കെയോ ഫുഡൊക്കെ മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കണ്ടോ, വിയറ്റ്നാമീസുകാരുടെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ നൂഡിൽസൊക്കെയാണ്. ഇതാണ് പാൻ കേക്ക് ഉണ്ടാക്കുന്നത്. പാൻ കേക്ക് പല സ്ഥലത്തായിട്ടുണ്ടായിരുന്നു കേട്ടോ, വെറൈറ്റി പാൻ കേക്ക്. അപ്പം ഇതിൻ്റെ ഞാൻ ബാക്കിൽ പോയി വീഡിയോ എടുത്തതാണ്. പിന്നെ വെറൈറ്റി വാഫിൾസ് ഉണ്ട്. വാഫിൾസ് എന്ന് പറയുമ്പം സ്ട്രോബെറി ഉണ്ടായിരുന്നു, ബനാന, ചോക്ലേറ്റ്സ്, അങ്ങനെ ഡിഫറെൻറ്റ് കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള വാഫിൾസ് ഉണ്ടായിരുന്നു. അതുപോലെ ഭയങ്കര ചീപ്പായിരുന്നു. ഇതിൻ്റെ ഒരു ഹാഫ് ക്വാണ്ടിറ്റിയെ നമുക്ക് ഈ റേറ്റിനൊക്കെ നമ്മുടെ പാമിയിലൊക്കെ കിട്ടത്തുള്ളൂ. പക്ഷേ ഇവിടെ ഭയങ്കര ചീപ്പായിട്ട് എനിക്ക് തോന്നി. ഇത് വാഫിലിൻ്റെ മോൺസ്റ്റേഴ്സൊക്കെ ആയിരുന്നു. ഇടയ്ക്കെപ്പോഴോ ഞാൻ ചിന്തിച്ച്, എന്നാൽ പിന്നെ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇങ്ങോട്ട് വന്നാലോ ഒന്ന് സ്ഥിരതാമസത്തിന്. അപ്പോൾ ഇതുപോലെ പുറത്ത് പോയി രാത്രിയിലൊക്കെ ഫുഡ് കഴിക്കാമല്ലോ. നമ്മുടെ അവിടെ നിന്ന് രാത്രി ഇങ്ങനെ ഫുഡ് കഴിക്കാൻ കിട്ടത്തില്ല. പിന്നെ ഇതാണ് വേറൊരു വെറൈറ്റി. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രേപ്സും സ്ട്രോബെറിയും ഒക്കെ കൂടി ഇങ്ങനെ പഞ്ചസാര ലായനിയിൽ മുക്കിയിട്ട് എടുത്തേക്കുന്നതാണ്. അപ്പം ഞങ്ങളിങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചു നോക്കി എങ്ങനെയാണെന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഇവിടെ ഭയങ്കര ക്യൂ ആയിരുന്നു. എന്നാൽ പിന്നെ ഒരെണ്ണം വാങ്ങിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും വാങ്ങിച്ചു അത് സംഭവം. കാരണം മധുരമാണ്, സ്വീറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ മമ്മിക്ക് ഒരെണ്ണം വേണമെന്ന് പറഞ്ഞു. മമ്മിക്ക് സ്ട്രോബെറി മാത്രമായിട്ട് വാങ്ങിച്ചു. മമ്മി ഈ സ്വീറ്റിൻ്റെ ആളാണ്. മമ്മി കഴിച്ചിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. ഞാനിത് ആക്ച്വലി വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളൂ, ഇങ്ങനെ പഞ്ചസാര ലായനിയിൽ മുക്കിയെടുക്കുന്നതും ഒക്കെ. പക്ഷെ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പം സംഭവം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് പഞ്ചസാര ലായനി ഉണ്ടാക്കുക, അതിനകത്ത് നമ്മളിങ്ങനെ ഈ സ്ട്രോബെറിയും മുന്തിരിയൊക്കെ ഇങ്ങനെ മുക്കിയെടുക്കുക. ഏത് ഫ്രൂട്ടായാലും, ഓറഞ്ചും ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. എന്നിട്ട് അത് ഫ്രീസ് ചെയ്യുവാണ്. ഞാനിങ്ങനെ സ്വീറ്റ് ഇഷ്ടപ്പെടുന്ന ആളല്ല, പക്ഷേ എന്നാൽ ഇത് കഴിച്ചപ്പോൾ നല്ല സ്വീറ്റും എന്നാൽ സ്ട്രോബെറിയുടെ ചെറിയ മധുരവും പുളിപ്പും കൂടെ മിക്സ് ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കൊള്ളാം.
അപ്പോൾ ഇനി ട്രൈ ചെയ്യും ഞാനത്. അങ്ങനെ ഞങ്ങൾ രാത്രിയിലത്തെ ആ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നേരെ ഇനി റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാണ് ഒരു നൈറ്റ് വ്യൂ, നമ്മുടെ ഓക്ലൻഡ് നൈറ്റ് വ്യൂ ആണ്. അപ്പോൾ നല്ലൊരു വലിയ സിറ്റിയാണ്. അപ്പോൾ അത് ഇതുപോലെ ലൈറ്റ്സൊക്കെ കാണാം. കാറെടുത്ത് വാഷ് ചെയ്യാനുള്ള സമയമായി, അതുകൊണ്ട് വലിയ ക്ലിയർ അല്ലാന്ന് തോന്നുന്നു. ദേ ആ കാണുന്നതാണ് സ്കൈ ടവർ, ആ പർപ്പിൾ കളറിൽ കാണുന്നതാണ് സ്കൈ ടവർ. ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ നൈറ്റ് വ്യൂ കാണാനായിട്ട് സിറ്റി കൂടെ ഒന്ന് നടക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പക്ഷേ സത്യം പറഞ്ഞാൽ ഞങ്ങൾ തളർന്നു. രാവിലെ തൊട്ട് ഞങ്ങൾ ഹാമിൽട്ടണിലൊക്കെ പോയി ഒരു റോഡ് ട്രിപ്പ്, പിന്നെ ഫുഡൊക്കെ അടിച്ച് പിന്നെ ഇപ്പോൾ തീർന്നു എന്നാണ് പറയാം. ഉറങ്ങിയാൽ മതി എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു ട്രാഫിക് കിട്ടിയേ കേട്ടോ. ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇതുപോലെ തന്നെ ബസ്സൊക്കെ ഓടുന്നുണ്ട്. നമുക്ക് അവിടെ എവിടെയായിട്ടൊക്കെ ആൾക്കാരെ കാണാം. ഇറ്റ്സ് ലൈക്ക് പകൽ പോലെ തന്നെയാണ്. നൈറ്റ് ആണെങ്കിലും ഇവിടെ പകൽ പോലെ തന്നെയാണ്. പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. ആളുകൾ ജോലിക്ക് പോകുന്നതുകൊണ്ട്, ഇതുപോലെ നൈറ്റ് വോക്കിന് ഇറങ്ങുന്നുണ്ട്. പിന്നെ അതുപോലെ ഷോപ്സൊക്കെ ചിലതൊക്കെ ഓപ്പൺ ആണല്ലോ. അപ്പം ചെറിയ ഷോപ്പിങ്സും ഒക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് ആളുകൾ പുറത്ത് വരുന്നുണ്ട്. മെയിനായിട്ട് ഈ ഓക്ലൻഡിലെന്ന് പറയുമ്പം അവിടുത്തെ ഒരു നൈറ്റ് ലൈഫ് ഇച്ചിരി അടിപൊളിയാണ്. നമ്മുടെ ഞാനൊക്കെ താമസിക്കുന്നിടത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 മണി ആയി കഴിഞ്ഞാൽ ഷോപ്പും കാര്യങ്ങളൊക്കെ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു നൈറ്റ് ലൈഫും കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് കാണാനായിട്ടൊന്നുമില്ല. പക്ഷേ ഓക്ലൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഓക്ലൻഡിൽ കുറച്ചുകൂടെ നല്ലൊരു സിറ്റി ലൈഫ് നമുക്ക് കിട്ടും. നൈറ്റ് ലൈഫ്, അതായത് ഇങ്ങനെ നൈറ്റിൽ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന പബ്ബും കാര്യങ്ങളും ഷോപ്സും, ഇതുപോലെ ഇപ്പോൾ നമ്മൾ പോയതുപോലെ മാർക്കറ്റുകളൊക്കെ ആയിട്ട് അവിടെ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇവിടെയും റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഒരു 9 മണിയാകുമ്പോഴത്തേനും ക്ലോസ് ആവും കേട്ടോ. പിന്നെ മെയിൻലി ഇവിടെ റോഡ് വർക്ക് നടക്കുന്നത് നൈറ്റിലാണ്. നൈറ്റ് ടൈമിൽ കണ്ടോ, ഇത് ഇവിടെ ഇപ്പോൾ റോഡ് വർക്ക് നടക്കണം. അവിടെ അത്രയും ക്ലോസ്ഡ് ഏരിയ ആക്കി. അപ്പം വലിയ ബിസിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയമാണ് അവരതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് ഞങ്ങളുടെ ഹോട്ടലിലെത്തി, ലിഫ്റ്റിൽ കയറി നേരെ ഇനി റൂമിലേക്ക് പോവുകയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിടന്നാൽ എന്നുള്ള അവസ്ഥയാണ്. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. അപ്പം ഇതാണ് അവിടെ കിച്ചണുണ്ട്, കിച്ചണും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ചെറിയ ചായ ഇടാനും ചെറിയ ഒരു ഓംലെറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള ചെറിയ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് TV റൂം, നല്ലൊരു TV ഒക്കെ ഉണ്ട്. ഡൈനിങ് ഏരിയ, പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം കാണാം. അവിടെയാണ് പപ്പയും മമ്മിയും കിടക്കുന്നത്. നല്ലൊരു ബെഡ്റൂം അല്ലേ, കൊള്ളാം. നല്ലൊരു സ്പേസൊക്കെ ഉണ്ട്. ഇനി ഇവിടെ വേറൊരു ബെഡ്റൂമുണ്ട്. ആ ബെഡ്റൂമും കുഴപ്പമില്ല, നൈസാണ്. ഇതാണ് ഞങ്ങളുടെ ഫ്ലാറ്റിൽ നിന്ന് ഔട്ട് സൈഡ് നോക്കിയാൽ കാണുന്ന ഒരു നൈറ്റ് വ്യൂ എന്ന് പറയുന്നത്. വലിയ വ്യൂ ഒന്നും ഇല്ല, ഫുള്ളി വീണ്ടും ഫ്ലാറ്റ്സൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ചെറിയ വെട്ടങ്ങൾ കാണാം, അത്രയേ ഉള്ളൂ. അല്ലാതെ വലിയ വ്യൂസും കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഇതൊരു കോർണറിലേക്ക് ഇരിക്കുന്നതുകൊണ്ടായിരിക്കും അത്ര വലിയ വ്യൂ ഒന്നും ഇല്ലാത്തത്. ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ സ്കൈ ടവർ കാണാൻ പറ്റുമോ നോക്കി കാണുന്നില്ല. പിന്നെ ഇവിടെ വാഷിംഗ് മെഷീൻ ഉണ്ട്, ഒരു അയൺ ബോക്സ് ഉണ്ട്. നമ്മളെന്തായാലും വാഷിംഗ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഇവിടെ ഇപ്പോൾ തണുപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹീറ്റർ ഇല്ലാതെ കഴിയുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഹീറ്റൊക്കെ ഇട്ട് റൂമൊക്കെ ഒന്ന് ഹീറ്റ് ചെയ്തു. അപ്പോൾ ഈ തുടർ വിശേഷങ്ങളായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ, സീ യു.